ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നോവയുടെ ക്രിസ്റ്റയാണ്. അപ്പോൾ ക്രിസ്റ്റ നമ്മൾ ചാനലിൽ കൂടി അധികം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രിസ്റ്റയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. 2.8 എഞ്ചിനാണ് വന്നിരിക്കുന്നത്. GX ഓപ്ഷൻ വന്നിരിക്കുന്നത്. 8 സീറ്ററാണ് ഈ വാഹനം. അപ്പോൾ ഇതിന് ബാക്കി ഡീറ്റെയിലേക്ക് വേണമെങ്കിൽ ഐ ഡി വേറെ നിലവിൽ 16,25,000 ഐ ഡി വേറെ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ടോ, അതോടെ എടുത്ത് പറയണം. പിന്നെ 67,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് പോകാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു വരാൻ ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്രിസ്റ്റയാണ്, ഇന്നോവ ക്രിസ്റ്റ. ഇത് 2.8 GX 8 സീറ്റർ വാഹനമാണ്. എസ് കാറ്റഗറി പെടുന്ന വാഹനമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2018 ഇതിൻ്റെ ഇയർ വന്നേക്കണം. അതേപോലെ ഫ്യൂവൽ ഡീസൽ ഓപ്ഷൻ എന്ന വാഹനമാണ്. ഐ ഡി വാല്യൂ നിലവിൽ 14,25,000 ഐ ഡി വാല്യൂ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് കിലോമീറ്റേഴ്സൊക്കെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ വിശദമായിട്ട് നോക്കാം. രജിസ്ട്രേഷൻ വരുന്നത് KL2 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കളർ, ഇന്നോവയുടെ കളേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നിൽക്കുന്ന ഒരു കളറും കൂടിയാണ്. അപ്പോൾ വൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് വേണ്ടാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കളറും കൂടിയാണ് ഈ ഒരു ഗ്രേപ്പ് കളർ. ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്താണെന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് ജസ്റ്റ് ഇതിൻ്റെ ലുക്ക് അറൗണ്ട് വീഡിയോ. നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയേക്കാം. അതാണ് ടോപ്പ് വ്യൂ നോക്കണം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് പോർഷൻ നമുക്കൂടെ കാണാം. അതേപോലെ തന്നെ നമുക്കൂടെ നോക്കുകയാണെങ്കിൽ ഇത് വീലാർച്ച് നോക്കാം. വീലാർച്ച് ആയിരുന്നു, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പോർഷനും അതേപോലെ ബോണറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബോണറ്റിലൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റാണ്. ഒരു സ്ക്രാച്ച് പോലും നമുക്കിവിടെ കിട്ടുന്നില്ല. ലാമ്പായാലും നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാം. താഴേക്കാനും ഫോഗ് ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സ് നോക്കാം കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് സൈഡിലേക്ക് വരണമെങ്കിൽ ഇവിടെയും വീലാർച്ച് നോക്കാം. ഇവിടെയും വീലാർച്ച് വളരെ നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ നോക്കണമെങ്കിൽ ആവീസും കാര്യങ്ങളൊക്കെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ 2 ഡോറും ഇവിടെ വളരെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ്, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ക്രിസ്റ്റയുടെ നല്ല സ്ട്രോങ് ഫുഡ് സ്റ്റെപ്പ് വന്നേക്കണേ. പിന്നെ നമുക്ക് സൈഡ് പോർഷൻ നോക്കണമെങ്കിൽ കണ്ടോ, ക്ലീൻ ആയിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സായാലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ സ്പോയിലേഴ്സ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ക്രിസ്റ്റയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ലിഡായാലും നമുക്കിവിടെ കാണാം. 2.8 G എന്നാണ് ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ബമ്പേഴ്സായാലും ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, സൈഡിലേക്ക് വരാം. സൈഡിലേക്കായാലും വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ. 2 ഡോർസായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെയും വീലാർച്ച് ഓക്കെയാണ്. ടയേഴ്സ് കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ തീം ചെയ്തിട്ടുണ്ട്. വുഡൻ തീം വന്നിട്ടുണ്ട്. സീറ്റ്സ് നല്ല കാലകൻ സീറ്റ്സ് വന്നേക്കണേ ആണോ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ബ്ലൂപ്രിൻ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബാക്കി കൺട്രോൾസൊക്കെ അവിടെ കാണാം. ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണേ. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, കിലോമീറ്റേഴ്സൊക്കെ 1 lakh താഴെയാണ് ഓടിക്കണേ. അത് തന്നെയാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ് വന്നേക്കുന്നത്. ഇന്നോവയൊക്കെ ഓട്ടോമാറ്റിക് വാഹനമൊക്കെ ആ കിലോമീറ്ററിൽ കിട്ടുന്ന ഒരു ബാഗ് തന്നെയാണ്. ഇവിടെ സൈഡ് നോക്കാം, സീറ്റ്സ് നോക്കാം കേട്ടോ. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കണം. അതേപോലെ ഇവിടെയും നോക്കാം, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് കേൾക്കാം. ഇവിടെയും നമുക്ക് നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്, സീറ്റ്സ് ആയാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ലെഗും നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇനി സീറ്റ്സ് ഒന്ന് ഡൗൺ ചെയ്യാം. ഡൗൺ ചെയ്തിട്ട് തേർഡ് റോ നോക്കാം. തേർഡ് നോക്കുമ്പോൾ ഇവിടെ 3 പേർക്ക് ഇരിക്കാം. 2 പേര് കപ്പാസിറ്റി ഉള്ളത്, 3 പേർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇവിടെ സീറ്റ്സ്. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നോക്കി വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കിക്കാം. ഞാൻ ജസ്റ്റിൻ്റെ ലിഡ് ഒന്ന് അപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രിസ്റ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം ആണോ.
കുറച്ച് പൊടി അഴുക്കൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷേ വാഹനം ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. ഇത് ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ് ആയിട്ട് നോക്കാം. അല്ല, നല്ല വൃത്തി തന്നെ ഭംഗി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലിഡ് നോക്കാം. ഈ ലിഡായാലും നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും ബൂട്ടും കൂടി ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ലിഡൊന്ന് ഓപ്പൺ ചെയ്യണം. ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ബൂട്ട് നമുക്ക് കാണാം. അല്ല, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഡ്ജസ്റ്റൊക്കെ നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ്, ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനായാലും നീറ്റായിട്ട് ഇങ്ങനെ ലോവർ പോർഷൻ നമുക്കിവിടെ കാണാം. സ്പെയർ വീല് കുറച്ച് ഗ്രിപ്പ് കുറവാണ്. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടേക്കണ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ 2.8 ആണ്, GX ഓപ്ഷനിൽ വന്ന വാഹനമാണ്. 8 സീറ്ററാണ്. 2018 ഇതിൻ്റെ മോഡൽ വന്നത്. 6 മാസം പുറത്തേക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റ് ഇത് കസ്റ്റമർ ആസ്കിങ് പ്രൈസാണ്. റേറ്റ് കുറച്ച് പൊടിക്ക് കൂടുതലാണെന്ന് എനിക്ക് ഒരു ചെറിയ അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം കസ്റ്റമറിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ്. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മളത്തേക്ക് വിളിച്ചേക്കാം. പിന്നെ സ്റ്റെപ്പ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെ ജസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.